മറ്റേ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അതിന്റെ മിനിറ്റ്സ് വന്നിട്ട് ഒരു ഇൻഡസ്ട്രീസിന്റെ ഒരു അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ടേ ചെയ്യൂ. അല്ലാതെ ഇപ്പൊ ഒരു തീരുമാനം എടുത്തിട്ടില്ല അല്ലേ? ഇല്ല, തീരുമാനം നിലവിൽ ഒരു മീറ്റിംഗ് കൂടി കഴിയാനുണ്ടോ? അതിനൊരു മീറ്റിംഗ് കൂടി കഴിയും. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണത്തിന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഒരു മീറ്റിംഗ് കൂടി ഉണ്ടെന്ന് മന്ത്രി പറയുന്നുണ്ട്, പക്ഷേ ഒരു ധാരണയായിട്ടുണ്ടോ ഇക്കാര്യത്തിൽ ശ്രീജിത്ത്? മന്ത്രിയുടെ വാക്കുകൾ ഒരുപക്ഷെ അങ്ങനെ തന്നെ സൂചിപ്പിക്കുന്നുവെന്ന് പറയാം. കുറച്ച് കാര്യങ്ങൾ കൂടി പരിശോധിക്കാനുണ്ട്. ഒരു മീറ്റിംഗ്, ഒരു യോഗം കൂടി ചേരേണ്ടതുണ്ട്. പക്ഷേ ഇത് എന്ത് തരത്തിലുള്ള യോഗമാണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. KSEB ഉദ്യോഗസ്ഥരും സർക്കാരും എല്ലാ പ്രതിനിധികളും തമ്മിലുള്ള യോഗമാണോ എന്നതിനെക്കുറിച്ചാണ് ഇനി അറിയേണ്ടത്. അതിൻ്റെ ഒരു മിനിറ്റ്സ് കൂടി നോക്കിയതിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കാർബോറണ്ടം കമ്പനി കൃത്യമായ രീതിയിൽ സർക്കാരിന് ഒക്ടോബറിൽ കത്തയച്ചിട്ടുണ്ട്. തങ്ങൾക്ക് ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി ഇത് നിലനിർത്തണമെങ്കിൽ ഈ ചെലവിൽ തന്നെ വൈദ്യുതി ലഭ്യമാക്കണം, കുറഞ്ഞ ചെലവിൽ തന്നെ വൈദ്യുതി ലഭ്യമാക്കണം എന്നാണ് അവരുടെ ആവശ്യമുണ്ടായിരുന്നത്. ഇത് 30 വർഷത്തെ കരാറാണ്. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ 30 വർഷത്തെ കരാറാണ്. നയനാർ സർക്കാരിൻ്റെ കാലത്തെ കരാർ ഈ ഒരു ഘട്ടത്തിൽ പുതുക്കി നൽകണം എന്ന ഡിസംബറിലാണ് ഈ മാസമാണ് ഈ കരാർ അവസാനിക്കാനിരിക്കുന്നത്. സ്വാഭാവികമായി ഇത് KSEB ഏറ്റെടുക്കണമെന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷമടക്കം ഉയർത്തുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഈ കത്തിടപാടുകളടക്കം പുറത്തു വരുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്ന് മന്ത്രി പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയിലെത്തിയിട്ടുണ്ടോ എന്ന് മന്ത്രിയുടെ വാക്കുകൾ സംശയം നൽകുന്നുണ്ട്. എന്തായാലും ഒരു മീറ്റിംഗ് കൂടി കഴിയണം. KSEBക്ക് ഒരു പക്ഷേ ഇത് ഏറ്റെടുക്കണമെന്ന ആഗ്രഹം ഉണ്ട് എന്നും മന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തമാണ്. എന്തായാലും ആ ഒരു മീറ്റിംഗ് അത് ഏത് തരത്തിലുള്ള മീറ്റിംഗ് ആണെന്നതിനെ കുറിച്ചൊക്കെ വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞത് അന്തിമമായൊരു തീരുമാനം എടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരു ധാരണയാകണമെങ്കിൽ ഒരു മീറ്റിംഗ് കൂടി കഴിയണം. ഒരു മീറ്റിംഗ് കൂടി ചേരാനുണ്ട് അന്തിമ തീരുമാനത്തിനെന്ന് വൈദ്യുതി മന്ത്രി പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, ഈ കത്ത് കൂടി പുറത്തു വരുമ്പോൾ അഴിമതിക്ക് എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.